അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് 7ാം ക്ലാസ്സുകാർക്ക് ഇപ്പോൾ കഴിഞ്ഞ പൊതുപരീക്ഷയുടെ ഫിഖ്ഹിൻ്റെ ആൻസർ കീ നോക്കാം. കൂട്ടുകാർ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കൂ. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻ്റായി അറിയിക്കണേ. ചോദ്യം 1, യോജിപ്പിക്കുക. ബ്രാക്കറ്റിലെ ഓപ്ഷൻസ് ത്വാഹിർ, ത്വഹാറത്ത്, ജുഹ്ഫ, മക്ക, വാജിബില്ല, നജസ്, ഹറാം എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ചോദ്യം 1, മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കൽ ഡാഷ്. ഉത്തരം ത്വഹാറത്ത്. ചോദ്യം 2, മക്കയിലുള്ളവരുടെ ഹജ്ജിൻ്റെ മീഖാത്ത് ഡാഷ്. ഉത്തരം മക്ക. മക്ക തന്നെയാണ് മക്കയിലുള്ളവരുടെ മീഖാത്ത്. ചോദ്യം 3, മഗ്രിബ് ഭാഗത്ത് നിന്ന് വരുന്നവരുടെ മീഖാത്ത് ഏതാണ്? ഉത്തരം ജുഹ്ഫ. ചോദ്യം 4, നായ, പന്നി അല്ലാത്തവയുടെ മനിയ്. ഉത്തരം നജസ്. ചോദ്യം 5, സുഖപ്പെടുമെന്ന പ്രതീക്ഷയില്ലാത്ത രോഗികൾ നോമ്പെടുക്കൽ ഡാഷ്. ഉത്തരം വാജിബില്ല. ചോദ്യം 6, ഭക്ഷിക്കപ്പെടാത്ത ജീവികളിൽ നിന്ന് പിരിഞ്ഞ രോമം ഡാഷ്. ഉത്തരം ത്വാഹിറാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ശരി അടയാളപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ. ഓപ്ഷൻസ് ഫർള്, വാജിബ്, സുന്നത്ത്. ഉത്തരം ഫർളാണ്. ഇഫാദത്തിൻ്റെ തവാഫ് ചെയ്യൽ ഫർളാണ്. ചോദ്യം 2, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകും. ഓപ്ഷൻസ് സാഴിയ്, ത്വാഫ്, ത്വലാഖ്. ഉത്തരം ത്വാഫ്. ചോദ്യം 3, റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ. ഓപ്ഷൻസ് കറാഹത്ത്, വാജിബ്, സുന്നത്ത്. റമളാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ എന്താണ്? സുന്നത്താണ്. ചോദ്യം 4, 8 കാലിയുടെ വല. ഓപ്ഷൻസ് ത്വാഹിർ, നജസ്, മുത്തനജ്ജിസ്. ഉത്തരം ത്വാഹിറാണ്. ചോദ്യം 5, 5 ഔസുക്ക് എത്ര ലിറ്ററാണ്? 2003 ലിറ്റർ, 960 ലിറ്റർ, 595 ലിറ്റർ. 5 ഔസുക്ക് എന്ന് പറയുന്നത് 960 ലിറ്ററാണ്. ചോദ്യം 6, തയമ്മുമിൽ മണ്ണടിച്ചെടുക്കൽ. അത് തയമ്മുമിൻ്റെ ഷർത്താണോ, സുന്നത്താണോ, ഫർളാണോ? ഉത്തരം ഫർളാണ്. തയമ്മുമിൽ മണ്ണടിച്ചെടുക്കൽ ഫർളാണ്. ചോദ്യം 3, വിധി എഴുതുക. 1, കാരണം കൂടാതെ സക്കാത്തുൽ ബദൻ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ ഡാഷ്. ഉത്തരം ഹറാമാണ്. പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിക്കൽ എന്താണ്? ഹറാമാണ്. ചോദ്യം 2, ഇഅ്തികാഫിരിക്കൽ ഡാഷ്. ഉത്തരം സുന്നത്താണ്. ചോദ്യം 3, കസ്റാക്കാവുന്ന യാത്ര കാരണം നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടൽ ഡാഷ്. ഉത്തരം വാജിബാണ്. ചോദ്യം 4, പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവ വുളു ഇല്ലാതെ ചുമക്കൽ ഡാഷ്. ഉത്തരം ഹറാമാണ്. ചോദ്യം 5, മരണപ്പെട്ടവന് സ്വത്തില്ലെങ്കിൽ അവകാശി അവന് വേണ്ടി ഹജ്ജ് ചെയ്യൽ ഡാഷ്. ഉത്തരം സുന്നത്താണ്. ചോദ്യം 6, സ്ത്രീകൾ തലമുടി കളയൽ ഡാഷ്. ഉത്തരം കറാഹത്താണ്. ചോദ്യം 4, വിട്ടത് ചേർക്കുക. 1, ലൈസ അലൻ നിസാഇ ഡാഷ് അത്തഖ്സീർ. ഉത്തരം ലൈസ അലൻ നിസാഇ ഹൽക്കും ഇന്നമ അലൻ നിസാഇ അത്തഖ്സീർ. ചോദ്യം 2, ഇസ്ഔ ഡാഷ് അലൈക്കും. ഉത്തരം ഇസ്ഔ ഫഇന്ന സഅയ ഖദ് കുതിബ അലൈക്കും. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, നോമ്പിൽ വീഴ്ചകൾക്ക് പരിഹാരമാകുന്ന സക്കാത്ത് ഏതാണ്? ഉത്തരം സക്കാത്തുൽ ഫിത്ർ. ചോദ്യം 2, സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്ന നജസ് ഏത്? ഉത്തരം ലഹരി ദ്രാവകങ്ങൾ. ചോദ്യം 3,
ഹജ്ജ് വാജിബാകാൻ വാഹനം ഉണ്ടായിരിക്കണം ആർക്ക്? ഉത്തരം മക്കയിൽ നിന്ന് സുമാർ 133 കിലോമീറ്റർ അകലെ ഉള്ളവനോ നടക്കാൻ കഴിയാത്തവനോ ആണെങ്കിൽ അവന് വാഹനം ഉണ്ടായിരിക്കണം. ചോദ്യം 4. അറഫയിൽ നിൽക്കേണ്ട സമയം ഏത്? ഉത്തരം ദുൽഹിജ്ജ 9 ഉച്ചതിരിഞ്ഞതു മുതൽ പെരുന്നാൾ ദിവസത്തെ ഫജ്ർ വരെ. ചോദ്യം 5. പുരുഷൻ ഉളരി നടക്കൽ സുന്നത്തുള്ള തവാഫ് ഏതാണ്? ഉത്തരം സഅയിന്റെ തൊട്ട് മുമ്പുള്ള തവാഫിൽ ആദ്യത്തെ 3 ചുറ്റലിൽ കാലുകൾ അടുത്തടുത്ത് വെച്ച് പുരുഷൻ ഉളരി നടക്കണം. ചോദ്യം 6. ഫീ സബീലില്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ ആരാണ്? ഉത്തരം പ്രതിഫലം പറ്റാതെ സേവനമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ് ഫീ സബീലില്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടവർ. അടുത്ത പ്രവർത്തനം സാരം എഴുതുക. അർത്ഥം എഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം വ ജോയിലത്ത് ലനൽ അർളു കുല്ലുഹ മസ്ജിദ വ ജോയിലത്ത് തുർബത്തുഹ ലന തൊഹൂറ ഇദാ ലം നജിദിൽ മാഅ. ഇതിനർത്ഥം വ ജോയിലത്ത് ലനൽ അർളു കുല്ലുഹ മസ്ജിദ, നമുക്ക് വേണ്ടി ഭൂമി മുഴുവനും പള്ളിയാക്കിയിരിക്കുന്നു. വ ജോയിലത്ത് തുർബത്തുഹ ലന തൊഹൂറ, ഭൂമിയുടെ മണ്ണ് നമുക്ക് വേണ്ടി ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. ഇദാ ലം നജിദിൽ മാഅ, വെള്ളം എത്തിച്ചിട്ടില്ലെങ്കിൽ, അതായത് വെള്ളം ലഭിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ വെള്ളം എത്തിച്ചിട്ടില്ലെങ്കിൽ ഭൂമിയുടെ മണ്ണ് നമുക്ക് വേണ്ടി ശുദ്ധമാക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് വേണ്ടി ഈ ഭൂമി മുഴുവനും പള്ളിയാക്കിയിരിക്കുന്നു. ഇനി ചോദ്യം 2. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തത്വാ ഇലൈഹി സബീല. ഉത്തരം പോകാൻ സാധിക്കുന്നവർ ഹജ്ജ് ചെയ്യാൻ പോകൽ മനുഷ്യർക്ക് അള്ളാഹുവിനോടുള്ള കടമയാണ്. ഇനി 7ാമത്തെ പ്രവർത്തനം വിശദമാക്കുക. ഒന്നാമത്തെ ചോദ്യം ഫിത്ർ സക്കാത്ത് നിർബന്ധമുള്ളവർ. ഉത്തരം പെരുന്നാൾ ദിവസത്തെയും അതിൻ്റെ രാത്രിയിലെയും ഭക്ഷണം, കടം, വസ്ത്രം, പാർപ്പിടം മുതലായവ കഴിച്ച് ബാക്കിയുള്ളവർക്കാണ് ഫിത്ർ സക്കാത്ത് നിർബന്ധം. ചോദ്യം 2. നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങൾ. ഉത്തരം നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ 4 ആണ്. 1. സംയോഗം ചെയ്യുക. 2. ഇന്ദ്രിയം പുറപ്പെടുവിക്കുക. 3. ഉണ്ടാക്കി ഛർദ്ദിക്കുക. 4. തുറക്കപ്പെട്ട ദ്വാരത്തിൽ കൂടി തടിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക. ചോദ്യം 3. 3 വിധം നജസുകൾ. ഉത്തരം മുഅല്ലല് കഠോരമായത്. 2. മുത്തവസ്സിത്ത് മധ്യനിലയിലുള്ളത്. 3. മുഖഫഫ് ലഘുവായത്. ഇതൊക്കെയാണ് 3 വിധം നജസുകൾ. ചോദ്യം 4. ഫഖീർ എന്നാൽ ആരാണ്? ഉത്തരം തൻ്റെയും താൻ ചിലവ് കൊടുക്കൽ വാജിബായവരുടെയും ചിലവിൻ്റെ പകുതി പോലും ലഭിക്കുന്ന വരുമാനമോ ഹലാലായ യോജിച്ച ജോലിയോ ഇല്ലാത്തവനാണ് ഫഖീർ. ഇത്രയും ചോദ്യങ്ങളാണ് പൊതുപരീക്ഷയ്ക്ക് ഫിഖ്ഹിൽ നിന്നും വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരങ്ങൾ എഴുതുമ്പോൾ ചിലത് നിങ്ങളുടെ രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടാകും, ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ടാവണമെന്നില്ല. പരീക്ഷ പേപ്പർ നോക്കുന്ന ഉസ്താദിന് ഉത്തരം ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൽ പറഞ്ഞതുപോലെ തന്നെ എഴുതിയിട്ടില്ലല്ലോ, ചില ആയത്തുകൾ അതുപോലെ തന്നെ ഹദീസിൻ്റെ ഒക്കെ അർത്ഥം എഴുതുമ്പോൾ ഇതുപോലെ തന്നെ എഴുതിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. ഉത്തരം ശരിയാണെങ്കിൽ ഉസ്താദിന്, പേപ്പർ നോക്കുന്ന ഉസ്താദിന് ഇത് ശരിയാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷ എഴുതിയ എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാനായി ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.